വെൽക്കം സ്റ്റുഡൻസ്. നമുക്കൊന്ന് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ശ്രദ്ധിക്കുക, മലയാളം മീഡിയത്തിന് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്നാണ് പാഠം. ദിസ് ഈസ് അവർ സെക്കൻഡ് ലൈഫ്. വി നെവർ എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ഹോം അലൈവ്. We thank Government of India and all others who worked to make our release possible. This is a moment when we are proud to be citizens of India. ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ മോചിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ഇന്ത്യ ഗവൺമെൻറ്റിനോടും മറ്റെല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പൗരനായതിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഇതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിരിക്കുന്നത്. എന്താണത്? സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്ന ഇന്ത്യൻ നേഴ്സുമാരെ സർക്കാർ തിരിച്ചെത്തിച്ചപ്പോഴുള്ള അവരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. Given above is the response of the Indian nurses from Syria who were brought back to the country. They were held up in Syria and were unable to reach home due to the internal conflicts there. You may aware of similar incidents. ഇതുപോലെ ഇൻസിഡൻ്റുള്ള സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. This proves that the protection of the life and property of people, implementation of public welfare activities, and to effectively interfere in crucial situations as mentioned above can only be done by the state. അപ്പോൾ ഇതുപോലെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മുടെ രാഷ്ട്രമാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായോ? അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കാൻ, പിന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ, പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ രാഷ്ട്രം മാത്രമാണ് നമുക്ക് ഉള്ളത്. അതിനാൽ നാം രൂപീകരിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. Hence, state is the most important among the socio-political institutions that human beings have formed. State is a universal, powerful and indispensable institution. It was formed after man started permanent settlement. അപ്പോൾ എന്താണ് രാഷ്ട്രം? സാർവത്രികവും ശക്തവും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായ ഒരു സ്ഥാപനമാണ് രാഷ്ട്രം. മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രം രൂപീകൃതമായത്. വ്യത്യസ്ത രൂപത്തിലും ഘടനയിലുമായിരുന്നു എങ്കിലും രാഷ്ട്രം എല്ലാ കാലത്തും നിലനിന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. We can understand from history that state existed at all times. എപ്പോഴും രാഷ്ട്രം നിലനിന്നിരുന്നു. though different in form and structure. അതിൻ്റെ ഫോമിലും രൂപത്തിലും ഘടനയിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എപ്പോഴും രാഷ്ട്രമുണ്ടായിരുന്നു. The term state was first coined by the Western philosopher Niccolo Machiavelli. Then what is state? A group of people residing permanently within a territory with a sovereign government is called state. സ്റ്റേറ്റിനൊരു ഡെഫിനിഷൻ: ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോടുകൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നിർവചനം, അതിൻ്റെ ഡെഫിനീഷൻ, ഒരു രാഷ്ട്രത്തിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് അതിൽ നിന്നൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയായിരിക്കും? ജനങ്ങളുണ്ട് അല്ലേ, പീപ്പിൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം, ഗവൺമെൻറ്, സോവറിനിറ്റി ഒക്കെ അതിലടങ്ങിയിരിക്കുന്നു. First, population. What is population? Population is an indispensable factor in the formation of a state. For the existence of a state, the people should live unitedly with mutual understanding, interdependence and common public interest. ജനങ്ങൾ. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനങ്ങൾ. ജനങ്ങളില്ലെങ്കിൽ രാഷ്ട്രമില്ല. പരസ്പര ധാരണ, പരസ്പര ആശ്രയത്വം, പൊതു താൽപ്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ നല്ലൊരു രാഷ്ട്രം രൂപീകൃതമാവുന്നു.
ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. എന്നാൽ ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടായിരിക്കണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. However, the minimum and the maximum number of the people of a country are not fixed. എത്ര ജനങ്ങൾ വേണമെന്ന് ഫിക്സ്ഡ് ആയിട്ടില്ല. Population which is too much or too less is not good for a state. അതായത് ജനസംഖ്യ കൂടി നിന്നാലും കുറഞ്ഞു നിന്നാലും അത് രാഷ്ട്രത്തിന് നല്ലതല്ല. The two aspects will adversely affect the development of a country. അപ്പോൾ കൂടിയാലും രാഷ്ട്രത്തിന് ദോഷമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. സ്റ്റേറ്റ്സ് ലൈക്ക് കാനഡ വിത്ത് ലെസ് പോപ്പുലേഷൻ എൻകറേജസ് മൈഗ്രേഷൻ. അപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യ വളരെ കുറവായതുകൊണ്ടിട്ട് അവർ മൈഗ്രേഷൻ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നു. നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പോകാനായിട്ട് നോക്കുന്നതിനെക്കാട്ടിലും എളുപ്പമായിട്ട് കാനഡയിലേക്ക് ആൾക്കാർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കാരണം ഇതാണ്, അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. സ്കേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ റീസൺ ഫോർ ദിസ്. At the same time, high population leads to unemployment and poverty. അപ്പോൾ കാനഡയിലേക്കൊക്കെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ മനുഷ്യ വിഭവശേഷിയുടെ ലഭ്യത കുറവാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു. പിന്നീട് എന്നാൽ അമിതമായിട്ട് ജനസംഖ്യ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും ഒരു കാരണമാകും. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവാലുവേറ്റ് ഹൗ ഹൈ പോപ്പുലേഷൻ ഓർ ലോ പോപ്പുലേഷൻ അഫക്റ്റ് എ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മുകളിലത്തെ പാരഗ്രാഫ് എഴുതിയാൽ മതി. Then what do we understand from this? The people of a nation need not belong to a single religion, speak any particular language or follow a particular culture. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? ഒരു രാജ്യത്ത് ജനങ്ങൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഒരു ഭാഷയോ സംസ്കാരമോ ഉള്ളവരോ ആയിരിക്കണമെന്ന് ഇല്ല. എന്നാൽ പൊതുവായ ദേശീയതയെ അടിസ്ഥാനമാക്കി ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം ആ രാജ്യത്തെ ജനങ്ങളെന്ന് പറയുന്നത്. However, they should live unitedly with common nationalism. We have discussed in the earlier chapters what nationality is and how it influences a state. അപ്പോൾ നാഷണാലിറ്റി എന്താണെന്നും അതെങ്ങനെയാണ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വേറെ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ടെറിട്ടറി അഥവാ ഭൂപ്രദേശം. ഒബ്സർവ് ദി മാപ്പ് ഓഫ് ദി ഇന്ത്യ ആൻഡ് ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കുക, ഇൻഫർമേഷൻസ് നോക്കുക. ഡീറ്റെയിൽസ് ഓഫ് ലാൻഡ് ഏരിയ ഡീറ്റെയിൽസും അതിൻ്റെ ബൗണ്ടറീസിൻ്റെ ഡീറ്റെയിൽസും മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ടെറിട്ടറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഭൂപ്രദേശമെന്ന് പറയുന്നത്. കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കണം. A state should have an exact territory with a clear-cut boundary. The state is formed when the people settle permanently in a particular territory. The state should have complete control over its territory. അപ്പോൾ ഇതാണ് പറയുന്നത്, ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണവും ഉണ്ടായിരിക്കണം. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ്. ദി ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, കോസ്റ്റൽ ഏരിയ, ഏരിയൽ സ്പേസ് എക്സെട്ര വിത്തിൻ ദ ബൗണ്ടറീസ് ആർ എ പാർട്ട് ഓഫ് ദി ടെറിട്ടറി. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്സർവ് ദി പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ദി വേൾഡിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് എടുക്കുക. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ്. എന്നിട്ട് യു ക്യാൻ സീ ബിഗ് കൺട്രീസ്, വലിയ രാജ്യങ്ങളായിട്ടുള്ള റഷ്യ, കാനഡ, അമേരിക്ക ആൻഡ് സ്മോൾ കൺട്രീസ് ലൈക്ക് സാൻ മാരിനോ, വത്തിക്കാൻ സിറ്റി എക്സെട്ര. ദ ടെറിട്ടോറിയൽ സൈസ് ഡസ് നോട്ട് മാറ്റർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ലോക ഭൂപടത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രാജ്യങ്ങളായ റഷ്യ, കാനഡ, അമേരിക്ക, അതുപോലെ തന്നെ ചെറിയ രാജ്യങ്ങളായ സാൻ മാരിനോ, വത്തിക്കാൻ സിറ്റി എന്നിവയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു രൂപീകരണത്തെ ബാധിക്കുന്നില്ല. ദ ടെറിട്ടോറിയൽ സൈസ് ഡസ് നോട്ട് മാറ്റർ ഇൻ ദി ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ മറ്റൊരു ബേസിക് ഫാക്ടറാണ്, അടിസ്ഥാന ഘടകമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്, ദി ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ദി ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. Government is an unavoidable constituent of a state.
on behalf of the state, the government makes and executes law and ensures justice to the people. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ഗവൺമെൻറ്റാണ്. Government ensures security and makes available different services to the people. Some responsibilities of the government are given below. Add more to the list. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചില ചുമതലകൾ 3 ചുമതലകളോടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക, കൂടുതൽ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. വാട്ട് ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, അതായത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സൃഷ്ടിക്കുക. ഇംപ്ലിമെൻറ്റ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, അതായത് വികസന പദ്ധതികൾ നടപ്പിലാക്കുക. പിന്നെ ഗവൺമെൻറ്റാണ് നമ്മളുടെ ഡിഫൻസ് കാര്യങ്ങൾ, പ്രതിരോധം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. വെൽഫെയർ ആക്ടിവിറ്റീസ്, ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, അങ്ങനെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ചുമതലപ്പെടുന്ന കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ. The state reaches the people by executing such responsibilities. Different states have different forms of government. ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ഇത്തരം ചുമതലകളിലൂടെയാണ്, അവരുടെ ഡ്യൂട്ടീസിലൂടെയാണ് രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരം ഗവൺമെൻറ്റുകളാണ് നിലനിൽക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊണോർക്കി, ഡെസ്പോട്ടിക് റൂൾ, ഡെമോക്രസി എക്സെട്ര ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദി ഗവൺമെൻറ് യു ഹാവ് ഡിസ്കസ്ഡ്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രാജഭരണം, സൈനിക ഭരണം, ജനാധിപത്യം ഭരണം എന്നിങ്ങനെയാണ്. Whatever be the form of the state should have a government. The government may change from time to time, but the state remains permanent. ഏത് തരം ഗവൺമെൻറ് ആയാലും എല്ലാ രാഷ്ട്രങ്ങൾക്കും ഗവൺമെൻറ് ഉണ്ടാവണം. ഗവൺമെൻറ്റുകൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്, അതിന് ചേഞ്ചസ് ഉണ്ടാവാം. പക്ഷേ രാഷ്ട്രം സ്ഥിരമാണ്. സ്റ്റേറ്റ് ഈസ് പെർമനൻറ്റ്, ഇറ്റ് ഈസ് ഫിക്സഡ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുക. കേരള ഈസ് നോട്ട് എ കൺട്രി, അല്ലേ? കേരള ഒരു സ്റ്റേറ്റാന്ന് നമുക്കറിയാം, ഒരു രാഷ്ട്രമല്ല. നമുക്ക് വ്യക്തമായ ബൗണ്ടറി ഉണ്ടെങ്കിൽ കൂടിയും കേരള ഹാസ് എ ഡെഫിനറ്റ് ടെറിട്ടറി, പോപ്പുലേഷൻ ആൻഡ് ഗവൺമെൻറ്, അല്ലേ? നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ടെറിട്ടറി ഉണ്ട്, പോപ്പുലേഷനാണ്, ഗവൺമെൻറ് ഉണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദി പവർ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സ്. അപ്പോൾ ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കേരളത്തിന് സ്വന്തമായിട്ട് അഭിപ്രായം എടുക്കാനായിട്ട് സാധിക്കില്ല. ഹെൻസ് കേരള കനോട്ട് ബി കൺസിഡർഡ് ആസ് എ കൺട്രി. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു കൺട്രി അല്ല, നമ്മുടെ കൺട്രിയിൽ തന്നെ ഉള്ള ഒരു സ്റ്റേറ്റാണ്, മറ്റെല്ലാ സ്റ്റേറ്റുകളിലും പോലെ തന്നെ. ദെൻ ഫെഡറൽ സംവിധാനം ഉള്ളതുകൊണ്ട് സ്റ്റേറ്റിനും സെൻട്രലിനും അധികാരങ്ങൾ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് സോവറിനിറ്റി. Observe the news headlines given above. The decision on stand of the government of India on nation and internal issues are referred here. അവിടെ കൊടുത്തിരിക്കുന്ന വാർത്താ തലക്കെട്ടുകളൊന്ന് നോക്കുക. ദേശീയ വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും ഇന്ത്യ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളോ നിലപാടുകളോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എഗ്രിമെൻറ്റ് സൈൻഡ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ ഒപ്പുവെച്ചു. പിന്നീട് നാഷണൽ ലെവൽ സ്റ്റെപ്സ് ടു കൺട്രോൾ പ്രൈസ് ഹൈക്ക്. വിലവർധന നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ. പിന്നെ ഇന്ത്യ വിൽ ഡിമാൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഫ്രം WTO. കൃഷിയെ ലോകവ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. ദെൻ ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ബി സോൾഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കപ്പെടും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിൽ ഒരു സംസ്ഥാനത്തിന് മാത്രം ഒറ്റയ്ക്ക് അവിടെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം, അവിടെ രാഷ്ട്രതലവന്മാരും പ്രധാനമന്ത്രിയും അവരൊക്കെ ചേർന്നിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പം ഒരു സംസ്ഥാനത്തിന് മാത്രം അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളോ നിലപാടുകളോ ആണ്. ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണ അധികാരം രാഷ്ട്രത്തിന് ഉണ്ട്.
State has the right to take decisions on national and international affairs independently without any external control. This supreme authority of the state is called sovereignty. Sovereignty makes a state different from other institutions. രാഷ്ട്രത്തിൻ്റെ ഈ അധികാരത്തെയാണ് നമ്മൾ പരമാധികാരമെന്ന് വിളിക്കുന്നത്. രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരമാധികാരമാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്.